Hi dear students, let's talk history. So നമ്മൾ റിസർച്ചിങ് ദ പാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എസ് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ എത്ര ടൈപ്പ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസർച്ചുകൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിൽ എങ്ങനെ റിസർച്ച് നടത്തും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആദ്യം അതിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഓൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒട്ടും ടൈം കളയാതെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ആദ്യമായി നമുക്ക് എന്താണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് നോക്കാം. എന്താണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്? ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് സ്റ്റഡിയിങ് പാസ്റ്റ് ഇവൻറ്റ്സ്, പീപ്പിൾസ് ആൻഡ് സൊസൈറ്റീസ് യൂസിങ് എ വെറൈറ്റി ഓഫ് സോഴ്സസ് ആൻഡ് മെത്തേഡ്സ്. These types of research aims to reconstruct and interpret the past based on the available evidences. എന്താണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്? എന്താണ് പാസ്റ്റ് ഇവൻറ്റ്സിന്, പുരാതന കാലഘട്ടം അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചോ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ചോ അവിടുത്തെ സൊസൈറ്റീനെ കുറിച്ചോ അവിടുത്തെ വെറൈറ്റീസ് ഓഫ് സോഴ്സിനെ കുറിച്ചോ ഒക്കെ പഠിക്കുന്നതിനെ, അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് സോഴ്സസും മെത്തേഡ്സ് യൂസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്ററിയെക്കുറിച്ച് റിസർച്ച് നടത്തുന്നു. ഓക്കെ, ദെൻ ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് നോക്കണം. എത്ര ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്? 6 ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. മെയിൻലി 4 ടൈപ്സേ ഉള്ളൂ, ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ 6 ടൈപ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങൾ എസ്സേക്കൊക്കെ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ ഇതുപോലെ ടേബിളൊക്കെ വരച്ചിട്ട് എഴുതുകയാണെങ്കിൽ, ഇതുപോലെ മറ്റേ ആരോ ചിഹ്നമൊന്നും വരച്ച് വെക്കണമെന്നൊന്നുമില്ല, ടേബിളൊക്കെ വരച്ച് വൃത്തിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണമുണ്ടാവും, മാർക്കിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇതൊക്കെ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ എഴുതുക. ടൈപ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എത്ര ടൈപ്പ് ഉണ്ട്? 6 ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയും. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യുകയാണ് പറയുന്നത്. അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച്. തേർഡ് വൺ കമ്പാരേറ്റീവ് റിസർച്ച്, കമ്പയർ ചെയ്യുന്നു. ഇന്റർപ്രിറ്റീവ് റിസർച്ച്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. 6 ടൈപ്പ് ഓഫ് റിസർച്ചുകളാണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, കമ്പാരേറ്റീവ് റിസർച്ച്, ഇന്റർപ്രിറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, എന്തിനെയോ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഫോക്കസസ് ഓൺ ഡിസ്ക്രൈബിങ് ഇവൻറ്റ്സ്, പീപ്പിൾ ഓർ കൾച്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. എന്താണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചിൽ? എന്താണ് മുൻപ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചോ ഇവൻസിനെ കുറിച്ചോ അതിനെയൊക്കെ കൾച്ചറിനെ കുറിച്ചോ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറയുന്നു, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാൻ ശ്രമിക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈ ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്ക്രൈബിങ് ഇവൻസിനെയൊക്കെ വിശദീകരിച്ച് പറയുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ വിശദീകരിച്ച് പറയുന്നു. ഇറ്റ് ക്യാൻ ഇൻവോൾവ്സ് എക്സാമിങ് ആർട്ടിഫാക്ട്സ്, ഡോക്യുമെന്റ്സ് ഓർ അതർ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ടു ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് വാട്ട് ഹാപ്പൻഡ് ഓർ എക്സിസ്റ്റഡ്. എന്താണ് ഇതിനകത്ത്? ആർട്ടിഫാക്റ്റുകൾ പറയാം. എന്താണ് ആർട്ടിഫാക്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ച ആർട്ടിഫാക്റ്റുകൾ അതായത് അതിൻ്റെ എക്സാമ്പിളായിട്ട് ആർട്ടിഫാക്റ്റുകളൊക്കെ പറഞ്ഞ് ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് ആ സോഴ്സുകൾ എവിടെ നിന്നാണെന്നുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഒരു ഇവൻറ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് നടത്തുന്ന രീതികളുണ്ട്. ഒന്ന് സർവേ, ഒബ്സർവേഷൻ, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ, ദെൻ കണ്ടന്റ് അനാലിസിസ്. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് നടത്തുന്ന രീതികളാണ്. നെക്സ്റ്റ് വൺ ആണ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനലൈസ് ചെയ്യുകയാണ്, നമ്മൾ എന്തോ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എയിംസ് ടു എക്സ്പ്ലെയിൻ വൈ ഇവൻറ്റ്സ്, പീപ്പിൾ ഓർ കൾച്ചേഴ്സ് ഒക്യൂർഡ് ഇൻ എ സർട്ടൻ വേ. എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പ്രവർത്തിച്ചത്, എന്തുകൊണ്ടാണ് കൾച്ചർ അങ്ങനെ ആയിരുന്നതെന്ന് വിശകലനം ചെയ്യുന്നതിനെയാണ് അനലിറ്റിക്കൽ
റിസർച്ച് എന്നുകൊണ്ട് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് ഡാറ്റ ടു ഐഡന്റിഫൈ പാറ്റേൺസ്, കോസസ് ആൻഡ് എഫക്ട്സ് ആൻഡ് മേക്കിംഗ് ഇന്റർപ്രിട്ടേഷൻസ് ബേസ്ഡ് ഓൺ ദിസ് അനാലിസിസ്. എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും അതിനകത്തെ പാറ്റേൺസും കാരണങ്ങൾ, ഈ സംഭവങ്ങൾ നടക്കുവാനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വിശകലനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്, വ്യാഖ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് വ്യാഖ്യാനം നടത്തുന്നു. എക്സാമിൻസ് ദ കോസസ്, consequences and significance of historical events often involving interpretation and analysis of evidence. എന്താണ് കോസുകളെ കുറിച്ചും കോൺസിക്വൻസിനെ കുറിച്ചും ഒക്കെ എക്സാമിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ ഇവൻസിൻ്റെ ഇമ്പോർട്ടൻസ് അനലൈസ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് അനലൈസ് ചെയ്ത് എവിഡൻസോടെ നമ്മൾ സമർപ്പിക്കുന്നു. അതിനെയാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. എ ഹിസ്റ്റോറിയൻ studying the causes of the French Revolution, analyzing political, social and economic factors. എന്താണ് ഒരു ഹിസ്റ്റോറിയൻ ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്? അനലൈസിങ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. ആ ഒരു രാജ്യത്ത് ഉണ്ടായിരുന്ന പൊളിറ്റിക്കലും എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പഠനം നടത്തുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് അദ്ദേഹം പഠിക്കുന്നത്. ഇതിനെയാണ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അനലിറ്റിക്കൽ റിസർച്ച് ചെയ്യുവാൻ നമുക്ക് പല ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്, ക്വാളിറ്റേറ്റീവ് രീതിയിൽ ചെയ്യാറുണ്ട്, പ്രെഡിക്റ്റീവ് അനാലിസിസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കമ്പാരേറ്റീവ് റിസർച്ച്. കമ്പാരേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് comparing two or more events, people or cultures to identify similarities and differences. This can help researchers understand the unique characteristics of each and how they interacted with each other. എന്താണ് പറയുന്നത്? കമ്പാരേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ അതിലധികമോ സംഭവങ്ങളെയോ ആൾക്കാർ അല്ലെങ്കിൽ വ്യക്തികളെയോ കൾച്ചറുകളെയോ ഒക്കെ എന്താണ് സിമിലാരിറ്റീസ് ഉള്ള അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുന്നത് അല്ലെങ്കിൽ പഠനം നടത്തുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പാരറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഈ പറഞ്ഞ സംഭവങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. Compares different historical periods, societies or events to identify similarities, differences and patterns. എന്താണ് വ്യത്യസ്ത ഹിസ്റ്റോറിക്കൽ പീരീഡുകൾ, സൊസൈറ്റീസ്, അതുപോലെ തന്നെ ഈവൻസ്, ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും അവിടുത്തെ പാറ്റേണുകളും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ നോക്കാം. A historian comparing the Roman Empire's decline with the decline of the West Roman Empire. എന്താണ് ഒരു ഹിസ്റ്റോറിയൻ റോമൻ എംപയറിന്റെ പതനത്തെ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ പതനവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുന്നു. പോട്ടെ, നമ്മൾ വേൾഡ് വാർ എടുക്കാം. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഉണ്ടാകുവാനുള്ള റീസൺസിന് കോസസ് ഉണ്ടല്ലോ, കോസസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, then കോസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ട്. ഇത് രണ്ടും ഉത്ഭവിക്കുവാനുള്ള കാരണങ്ങളെ താരതമ്യം ചെയ്ത് ഒരു ഹിസ്റ്റോറിയൻ പഠിക്കുന്നത് ഒരു കമ്പാരറ്റീവ് റിസർച്ച് ആണ്. അങ്ങനെ നമുക്ക് ഏതും എക്സാമ്പിൾസ് സഹിതം പറയാം. എക്സാമ്പിൾ പറയാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ എക്സാമ്പിൾ എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഇന്റർപ്രിറ്റീവ് റിസർച്ച്. ഇന്റർപ്രിറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യാഖ്യാനം. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഖ്യാനമാണ് കേട്ടോ. അനാലിസിസ് എന്ന് പറയുമ്പോൾ വിശകലനം. പേര് മീനിങ്ങൾ മാറിപ്പോരുത്. ഇനി ഇന്റർപ്രിറ്റീവ് റിസർച്ചിൽ എന്താണ് പറയുന്നത്? ദ മീനിങ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്, പീപ്പിൾ ഓർ കൾച്ചർ. ഇറ്റ് can involve analyzing cultural symbols, beliefs and practices to understand their significance in a particular historical context. എന്താണ് ആ ഒരു ഇവന്റിനെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു.
വ്യാഖ്യാനിക്കുന്നു. എന്താണ് നമ്മുടെ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള പാസ്റ്റ് ഇവന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ, കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അതിന്റെ മീനിങ്ങിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ്സ് ആൻഡ് perspectives of historical actors and events, often using qualitative method. എന്താണ് പറയുന്നത്? ഓരോ ഹിസ്റ്റോറിയൻസിന് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആക്ടേഴ്സിൻ്റെയും ആ ഇവൻസിൻ്റെയും ഒക്കെ അവരുടെ തന്നെ പേഴ്സ്പെക്റ്റീവിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മീനിങ്ങിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇൻ്റർപ്രറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. എ ഹിസ്റ്റോറിയൻ എക്സാമിൻസ് ദ എക്സ്പീരിയൻസസ് ഓഫ് enslaved people through their personal narratives and letters. എന്താണ് ഈ enslaved peoplesന്റെ എക്സ്പീരിയൻസസിനെ കുറിച്ച് enslaved people എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലായിക്കൊള്ളുന്നില്ല, പോട്ടെ. നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിലെ ആൾക്കാരെ കുറിച്ച് അവരുടെ ലൈഫ് എക്സ്പീരിയൻസസിനെ കുറിച്ച് ഒരു അവരുടെ പേഴ്സണൽ നറേറ്റീവ്സിലൂടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സൽത്തനറ്റ് കാലഘട്ടത്തിൽ പോട്ടെ, മിഡീവൽ പീരിയഡിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ നറേറ്റീവ്സിൻ്റെ കൊടുത്തിരിക്കുന്ന എവിഡൻസുകളെ ബേസ് ചെയ്തിട്ട് അതിനെ പഠിക്കുന്നു, അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻസ് നേരിട്ട പ്രശ്നങ്ങൾ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്. അതിനെയാണ് ഇൻ്റർപ്രറ്റീവ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഈ പറഞ്ഞ ഇൻ്റർപ്രറ്റീവ് റിസർച്ച് ഒക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. This type of historical research involves using statistical methods to analyze historical data. ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ പഠനം നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറിക്കലി ആയിരിക്കും, നമ്പേഴ്സിൽ ബേസിൽ ന്യൂമറിക്കലി, അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വിശദീകരിച്ചായിരിക്കുകയല്ല നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ന്യൂമറിക്കലായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ വിശകലനം ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഇൻവോൾവ്സ് എക്സാമിങ് ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഓർ അതർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ടു ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്. അപ്പം നമ്മൾ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് നടത്തുന്നത്, അല്ലേ? അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ദിസ് ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻവോൾവ്സ് എക്സാമിങ് നോൺ ന്യൂമറിക്കൽ ഡാറ്റ സച്ച് ആസ് പേഴ്സണൽ അക്കൗണ്ട്സ്, ലെറ്റേഴ്സ് ഓർ ഡയറീസ്. എന്താണ് ഇവിടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റേനെയല്ല, നോൺ ന്യൂമറിക്കൽ ഡാറ്റേനെ എക്സാമിൻ ചെയ്തുകൊണ്ട് പഠനം നടത്തുന്നത്. ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചിനൊക്കെ ഉപകരിക്കുന്ന മെത്തേഡാണ്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്സ്, അവരുടെ പേഴ്സണൽ അക്കൗണ്ട്സ്, ലെറ്റേഴ്സ്, ഡയറീസ്, ഇതിനെക്കുറിച്ചൊക്കെ അതിൽ ഇവിടെ നിന്നൊക്കെ അല്ലെങ്കിൽ ലെറ്റേഴ്സിൽ നിന്നും ഡയറീസിൽ നിന്നും അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്സിൽ നിന്നൊക്കെ എവിഡൻസുകൾ സ്വീകരിച്ചുകൊണ്ട്, ആർട്ടിഫാക്റ്റുകളിൽ നിന്നൊക്കെ എവിഡൻസുകൾ സ്വീകരിച്ചുകൊണ്ട് നോൺ ന്യൂമറിക്കലായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ എക്സ്പീരിയൻസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ പീരീഡ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ പാർട്ടീഷനെ കുറിച്ച് പഠിക്കുകയാണ്. ഇന്ത്യയുടെ പാർട്ടീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു എന്താണ് ഈ പാർട്ടീഷന്റെ സമയത്ത് ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്പീച്ച് പറയുന്നുണ്ട്. അതെന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് വിത്ത് എവിഡൻസോടെ നമുക്ക് ഈ ഒരു റിസർച്ച് നടത്താൻ സാധിക്കും. ഇതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നോൺ ന്യൂമറിക്കൽ ഡാറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠനം നടത്തുന്നു. ഇത്രയുമാണ് നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ചിൽ പഠിക്കുവാനുള്ളത്. 6 ടൈപ്സ് ഓഫ് റിസർച്ചുകളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. അതിനുവേണ്ടി വേറൊരു ടൈം മാറ്റി വെക്കാൻ ഇനി നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ വേഗം കേട്ട് പഠിക്കുക.
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണുക. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. അതിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ഞാൻ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്